എന്ത് വേണം? വേണ്ട വേണ്ട, ഈ കരച്ചിലും പിഴിച്ചിലും ഞാൻ കുറെ കണ്ടതാണ്. ഇനിയും അത് കാണാൻ എനിക്ക് താല്പര്യമില്ല. വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റി സൂചിപ്പിച്ചപ്പോഴെല്ലാം ഈ കരച്ചിൽ കൊണ്ടാണ് നീ എന്നെ വഴിതെറ്റിച്ചത്. ക്ഷമിക്കാമായിരുന്ന ചെറിയ കാര്യങ്ങൾ പെരുപ്പിച്ചു പറഞ്ഞ് മോഹനെ, അമ്മയെ, എല്ലാരും നീ എന്നിൽ നകറ്റി. ഇനിയും നിനക്കെന്താണ് വേണ്ടത്? സുഖേട്ട, ഞാൻ മനഃപൂർവ്വം. എനിക്ക് സുഖേട്ട മാത്രമല്ലേ ഉള്ളൂ. അതെ, നിന്നെ സ്നേഹിച്ചതിനുള്ള ശിക്ഷയും നീ തന്നില്ലേ? ഒരു നുണ പറയുന്നത് പോലും മഹാപാപമാണെന്ന് ചെറുപ്പത്തിൽ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരുന്നു. ഇപ്പൊ ഞാൻ കള്ളനാ. നീയാണ് എന്നെ കള്ളനാക്കിയത്. സുഖേട്ട, പൊയ്ക്കോ. ഇനി ഒരിക്കലും നിന്നെ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ഒരു ദിവസം നീ പത്രത്തിൽ വായിക്കും, ഏതെങ്കിലും റെയിൽ പാളത്തിൽ എന്റെ ശവം കിടക്കുന്ന വാർത്ത നീ അറിയും. മിസ്സസ് സുകുമാരനല്ലേ? അതെ. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. ഈ വീടിന്റെ ഉടമസ്ഥനാണ് ഞാൻ, ദാമോദരൻ കർത്ത. വാടക കുടിശ്ശിക ഒത്തിരി ഉണ്ട്. പക്ഷെ ഞാൻ ശല്യപ്പെടുത്താൻ ഇതുവരെ വന്നിട്ടില്ല. തട്ടിപ്പും കൃത്രിമവും നടത്തി ജീവിക്കുന്ന ഒരാള് എന്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന കുപ്രസിദ്ധി ഉണ്ടല്ലോ, എനിക്കത് വേണ്ട. ഈ കോളനിയിലെ മറ്റു വീട്ടുകാരും കംപ്ലൈന്റ് പറഞ്ഞു. പത്രത്തിൽ ന്യൂസ് വരികയും ആളുകളെ ഡിസ്കസ് ചെയ്യുകയും മറ്റും ചെയ്യുമ്പോൾ കോളനിക്കാർക്ക് അത് മോശാത്രേ. അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ചാൽ സംഗതി ശരിയാണ്. ഈ രാത്രി തന്നെ ഞാൻ വന്നതുകൊണ്ട് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാവുമല്ലോ. അയൽപക്കക്കാരുടെ അനിഷ്ടത്തോടുകൂടി ഇവിടെ ജീവിക്കാൻ നിങ്ങൾക്കും പ്രയാസം കാണും. എന്ന് വെച്ച് ഈ രാത്രി തന്നെ ഇറങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നാളെ നേരം വെളുക്കുമ്പോ ഇവിടുന്ന് ഇറങ്ങി തന്നേ പറ്റൂ. ഞാൻ സാർ പെട്ടെന്ന്. അത്ര പെട്ടെന്നല്ലല്ലോ. നേരം വെളുക്കാൻ ഇനി ഒരുപാട് സമയമില്ലേ? സുഖേട്ടൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. അതെന്റെ വിഷയമല്ല. നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ വീട്ടിലേക്ക് മറ്റോ പോയിക്കോളൂ. മിസ്റ്റർ സുകുമാരൻ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങുമ്പോ എനിക്ക് തരാനുള്ള വാടക തന്നിട്ട് സാധനങ്ങൾ ഉണ്ടായാൽ മതി. അങ്ങനെ പറയരുത്. ഇവിടുന്ന് ഇറക്കി വിടരുത്. ഞാൻ കാലത്ത് എന്റെ ആൾക്കാരെ അയക്കും. നിങ്ങളൊന്ന് പുറത്തിറങ്ങി കൊടുത്താൽ മതി, അവർ വീട് കൂട്ടിക്കോളും. സർ, അപ്പൊ പറഞ്ഞ പോലെ വരട്ടെ. കർത്താ സാർ അയച്ചിട്ട് വരിക. ഹൗസ് ഓണറേ നിങ്ങളുടെ അത്യാവശ്യ സാധനങ്ങളും തുണിയെടുത്ത് പുറത്തു വെച്ചിട്ട് വീട് പൂട്ടാൻ പറഞ്ഞു. അത് സുഖേട്ടൻ ഇവിടെ ഇല്ല. അതൊന്നും ഞങ്ങൾക്കറിയില്ല. സാധനങ്ങളെല്ലാം നിങ്ങൾ തന്നെ എടുത്ത് പുറത്തു വെക്കുന്നോ അതോ ഞങ്ങൾ എടുക്കണോ? ദയവ് ഇത് സുഖേട്ടൻ വന്നതിന് ശേഷം. നിങ്ങളോട് ഇന്നലെ കർത്താ സാറ് പറഞ്ഞതല്ലേ. വാടോ, നമുക്ക് തന്നെ എടുത്തു വയ്ക്കാം. നമ്മുടെ വീടിനകത്ത് എന്തിനാ അമ്മ കരയണേ? എന്താ അമ്മേ?
കർത്താ സാർ വലിയ കണിച്ചക്കാരനാ. പെങ്ങൾക്ക് ഞങ്ങളോടൊന്നും തോന്നരുത്. വാടോ. അമ്മേ, ചെറിയച്ഛൻ. ശൈലജയുടെ ചേട്ടന്റെ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാ. നമ്മൾ തമ്മിൽ പിണക്കുവാണെങ്കിലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത് കാണിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ നാട്ടുകണപ്പ്. ചേട്ടനില്ലേ? അല്ല, ഒന്ന് വിളിച്ച തിരക്കേടില്ലായിരുന്നു. എന്തുപറ്റി? ഞാൻ തെറ്റായിട്ടില്ല പറഞ്ഞോ? ഇല്ല, ചേട്ടൻ ഇവിടെ ഇല്ല. ഇല്ലേ? എവിടെ പോയി? അത് പറയേ ചേച്ചി. സുഖുവേട്ടൻ ഭാഗം ചോദിക്കാൻ വേണ്ടി മൂപ്പര് അങ്ങോട്ട് അയച്ചപ്പോ കല്യാണക്കാര്യം പറയാൻ വിട്ടുപോയി. അതുപോട്ടെ, സുഖേട്ടനിപ്പോ എവിടെയുള്ളത്? പോലീസ് ലോക്കപ്പിലാണല്ലേ? എന്തു പറ്റി ചേച്ചി? എനിക്കറിയാവുന്ന എന്റെ ചേട്ടൻ വളരെ സത്യസന്ധനും മാന്യനൊക്കെയായിരുന്നു. ചേച്ചി ചേട്ടനെ മാറ്റിയെടുത്തു അല്ലേ? ഞങ്ങളെ തമ്മിലടുപ്പിച്ച് വിജയിച്ച മട്ടിലൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അത് പോലീസ് ലോക്കപ്പിലേക്കുള്ള പോക്കായിരിക്കുന്നു തീരെ കരുതിയില്ല. ഇതിനു വേണ്ടിയായിരുന്നു ശൈലജയുടെ പുറത്ത് കുതിര കയറിയത്? സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എന്റെ ചേട്ടനെ ഞങ്ങളിൽ നിന്ന് അകറ്റിയത്, ഞങ്ങളുടെ അമ്മയെ കണ്ണീര് കുടിപ്പിച്ചത്. മോഹനേട്ടാ, ഒന്നും നിങ്ങൾ മറന്നുപോയി. സുഖുവേട്ടൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവ് മാത്രമല്ല, അതിനു മുമ്പ് അദ്ദേഹം എന്റെ ചേട്ടനായിരുന്നു. പ്രസവിക്കുകയും മുലപ്പാല് കൊടുത്ത് വളർത്തുകയും ചെയ്ത ഒരമ്മയുടെ മകനായിരുന്നു. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുരുഷനെന്ന് പറയുന്നവൻ ഭാര്യയുടെ മാത്രം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്നാണ് നിങ്ങളെപ്പോലുള്ളവരുടെ വിചാരം. കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും ബന്ധവും ഹൃദയവികാരവും സ്നേഹവും കൊണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി ദൈവം നിങ്ങൾക്ക് തന്നില്ല. കല്യാണത്തിന് ക്ഷണിക്കാനൊന്നുമില്ല ഞങ്ങൾ വന്ന്. സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയവർക്ക് തിരിച്ചു വരാൻ മടി കാണുമല്ലോ. അതുകൊണ്ട് ചേച്ചി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്ന. സുഖുവേട്ടിന് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി കിട്ടും. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പലചരക്കട സജീവമായിട്ടങ്ങ് നടത്തും. സുഖുവേട്ടൻ കമ്പനിക്ക് കൊടുക്കാനുള്ള മുഴുവൻ പണവും ഞങ്ങൾ കൊടുത്തു തീർത്തു. കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി ഞാൻ കുറച്ച് കടത്തിലായിരുന്നു. സുഖുവേട്ടന് പണം കൊടുക്കാൻ വേണ്ടി ഇവളുടെ ആഭരണങ്ങളൊക്കെ വിറ്റു. പണത്തിന് എന്ത് ചെയ്യുന്ന ആലോചിച്ച് വിഷമിച്ചിരുന്നപ്പോ ഇവള് തന്നെ പറഞ്ഞ ആഭരണങ്ങളൊക്കെ വിൽക്കാന്ന്. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും ചേച്ചി ഒരു സത്യം മനസ്സിലാക്കണം. കുടുംബബന്ധത്തിന്റെ ശക്തി എന്ന് പറയുന്നത് മരുമക്കളായി വന്നു കയറുന്ന പെൺകുട്ടികളാണ്. അവരാവണം കുടുംബത്തിന്റെ ഐശ്വര്യം. അച്ഛാ, അവിടെ നിൽക്ക്. എന്റെ അമ്മയും സഹോദരങ്ങളും സ്നേഹമുള്ളവരായതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഈ വാതിൽ അടച്ചില്ല. പക്ഷെ ഈ പടി ഇനി കയറുന്നതിന് മുമ്പ് നീ ചില തീരുമാനങ്ങൾ എടുക്കണം. ഞാനൊരു സാധാരണക്കാരനാ. അസൂയയും അത്യാഗ്രഹവും ഇല്ലാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിട്ട് നിനക്കിവിടെ കഴിയാൻ പറ്റുമോ? എങ്കിൽ മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി. ആരും എന്നെ വെറുത്തിട്ടില്ല എന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. സുഖുവാണ് ഈ വീട്ടിലെ കാരണവര്. ഞാനില്ലാത്ത കാലത്ത് ഒരമ്മയെ പോലെ ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നീയല്ലേ മോളെ? വരൂ.